കാത്തിരിക്കുന്ന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഈ രാത്രി, നാളെ രാത്രി ലോകകപ്പിൽ എല്ലാവരും കാത്തിരിക്കുന്ന 3 മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഫ്രാൻസിന്റെ മത്സരം, ഒപ്പം തന്നെ അർജന്റീന, ഒപ്പം പോർച്ചുഗലും ആണ് ഇന്ന് രാത്രിയും നാളെയുമായി കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന നാളെ ഇറങ്ങുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ, മെസ്സിയും കൂട്ടരും കളത്തിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ റൊണാൾഡോയ്ക്ക് ഒരു കപ്പ് എന്ന പദ്ധതിയാണ് ഇത്തവണ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൊണാൾഡോയുടെ ആരാധകരും ഒക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സുന്ദരമായ ദിവസം കാത്തിരിക്കുന്ന വൈകുന്നേരമാണ്. നമുക്ക് കുറേയധികം വാർത്തകളുണ്ട്. ആ വാർത്തകളുടെ വിശദാംശങ്ങൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യുദ്ധം അവസാനിക്കുകയാണ്. സമാധാന കരാറിൽ ഡിജിറ്റൽ ഒപ്പിട്ട അമേരിക്കയും ഇറാനും സമാധാനം വരുന്നു, അല്ലെങ്കിൽ കരാറാകുന്നു എന്നതിന്റെ സൂചനകൾ നൽകി. ഔദ്യോഗികമായി കരാർ ഒപ്പിടുന്നത് വെള്ളിയാഴ്ചയാണ്. മേഖലയിൽ താൽക്കാലിക ആശ്വാസമായെങ്കിലും സമാധാനത്തിന്റെ ആയുസ് എത്ര എന്നതിൽ വലിയ അനിശ്ചിതത്വം ഇപ്പോഴുമുണ്ട്. കരാർ തങ്ങൾക്ക് ബാധകമല്ല എന്ന ഇസ്രയേൽ നിലപാടും, ഇസ്രയേൽ ആക്രമിച്ചാൽ അത് കരാർ ലംഘനമായി കാണുമെന്ന ഇറാന്റെ നിലപാടും, ഒപ്പം ഇറാൻ കരാർ ലംഘിച്ചാൽ ട്രംപ് ആക്രമണം പുനരാരംഭിക്കുമെന്ന JD വാൻസിന്റെ മുന്നറിയിപ്പുമെല്ലാം എത്ര സങ്കീർണമാണ് സാഹചര്യം എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ആശ്വസിക്കുന്ന സമാധാനത്തിന് ആയുസ് എത്ര എന്നൊരു ചോദ്യം പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സാഹചര്യം എന്നതാണ് നമ്മൾ നോക്കുന്നത്. US-നായി പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനു വേണ്ടി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫുമാണ് ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള താൽക്കാലിക ധാരണാപത്രത്തിൽ വെർച്വലായി ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോഴും ഇസ്രയേലിന്റെ പ്രതികരണം വന്നിരുന്നില്ല. ഇന്നലെ നമ്മൾ നേരം വൈകുന്നേരത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. നെതന്യാഹു കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് ട്രംപ് ഇന്നലെ വിശേഷിപ്പിച്ചത്. ഈ കരാർ സാധ്യമാക്കിയതിന് നെതന്യാഹു അമേരിക്കയോട് അതീവ നന്ദിയുള്ളവനായിരിക്കണമെന്നും ഇറാന്റെ പക്കൽ ഒരു ആണവായുധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യം 2 മണിക്കൂർ പോലും നിലനിൽക്കില്ലായിരുന്നു എന്നുമൊക്കെ ട്രംപ് പറഞ്ഞു. അമേരിക്കയാണ് ഇങ്ങനെ ഇസ്രയേലിനെ കാത്തു രക്ഷിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇസ്രയേലിന്റെ നിലപാട് വരുന്നു. നെതന്യാഹു വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ആ നെതന്യാഹുവിന്റെ നിലപാട് തന്നെയാണ് ഈ സമാധാന കരാറിന് മേലിങ്ങനെ ഭീഷണിയായി നിലനിൽക്കുന്നത്. എന്താണ് നെതന്യാഹു പറഞ്ഞതെന്ന് നോക്കാം. മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം വന്ന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം വരുന്നത്. പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. കരാർ ട്രംപിന്റെ തീരുമാനമാണെന്നും ഇസ്രയേലിന് തങ്ങളുടേതായ താൽപര്യങ്ങളുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞു. അത് ട്രംപിനുള്ള മറുപടി കൂടിയായിരുന്നു. താനും ട്രംപും എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിപ്രായമുള്ളവരല്ല എന്നാണ് വാർത്താസമ്മേളനത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയത്. മികച്ച കുടുംബങ്ങളിൽ പോലും ഇത്തരം വിയോജിപ്പുകൾ സ്വാഭാവികമാണ് എന്ന് കൂട്ടിച്ചേർത്തു. അതായത് വാക്കുകളിൽ അല്പം കരുതലൊക്കെ നെതന്യാഹു നടത്തിയിരുന്നു. കുടുംബങ്ങളിൽ പോലുമില്ല, ഏറ്റവും അടുത്ത ബന്ധുക്കൾ തമ്മിൽ പോലും അത്തരം സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടാകുമല്ലോ എന്ന കാര്യമാണ് നെതന്യാഹു സൂചിപ്പിച്ചത്. പ്രസിഡന്റ് ട്രംപും ഞാനും എപ്പോഴും ഒരേ കണ്ണാടിയിലൂടെ അല്ല കാര്യങ്ങളെ കാണുന്നത്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റാണ്, ഞാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുമാണ് എന്ന് നെതന്യാഹു പറയുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്. കരാറുണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രയേലിന്റെ സുരക്ഷയെ അത് ബാധിക്കില്ല എന്നതാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. കരാറുണ്ടായാലും ഇല്ലെങ്കിലും ഇറാന് ആണവായുധം കൈവശം വെക്കാൻ സാധിക്കില്ല എന്നൊരു സംശയത്തിനും ഇടയില്ലാതെ നെതന്യാഹു പറയുകയാണ്. താൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അത് അനുവദിക്കില്ല എന്ന് നെതന്യാഹു പറയുന്നു. പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നും രാജ്യം പ്രതിരോധിക്കാൻ എപ്പോഴും സജ്ജമായിരിക്കുമെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. തെക്കൻ ലെബനൻ, ഗസ, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും നിലവിൽ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എത്ര നാൾ ആവശ്യമാണോ അത്രയും കാലം സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ തുടരുമെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. അതായത് ഈ സമാധാന കരാറിൽ പറഞ്ഞിരിക്കുന്ന പല നിർദ്ദേശങ്ങൾക്കും എതിരാണ് നെതന്യാഹുവിന്റെ ഈ നിലപാട്.
അമേരിക്ക ഈ സമാധാന കരാറിന് വേണ്ടി നിലപാട് കടുപ്പിക്കുമ്പോൾ പലപ്പോഴും ഇസ്രയേൽ അതിന്റെ ഭാഗമായിരുന്നില്ല. മാത്രവുമല്ല, ആ സമാധാന ശ്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നീണ്ട് 4 മാസം വരെ പോയ യുദ്ധമാണ് ഒരു സമാധാന കരാറിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് ഈ അമേരിക്കയ്ക്കൊപ്പം ഈ യുദ്ധം തുടങ്ങിവെച്ച ഇസ്രയേൽ പറയുന്നത്, തങ്ങൾ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് പറയുന്നത്, ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്, മാത്രവുമല്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യവുമല്ല എന്ന് പറയുന്നു. ഇതേ സമയം നേരത്തെ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു തന്നെയാണ് ഇറാനും നിലകൊള്ളുന്നത്. ലബനൻ സമാധാന കരാറിന്റെ ഭാഗമാണ് എന്നതാണ് ഇറാന്റെ എപ്പോഴത്തെയും നിലപാട്. ഇപ്പോഴത്തെ കരാറിന്റെയും ഭാഗമാണ് ലബനൻ എന്ന് ഇറാൻ ആവർത്തിക്കുകയാണ്. ഇസ്രയേൽ ലബനനെ ആക്രമിക്കുകയോ ലബനനിലെ അധീന പ്രദേശങ്ങളിൽ തുടർന്നും സൈനിക സാന്നിധ്യം നിലനിർത്തുകയോ ചെയ്താൽ അത് അമേരിക്കയുമായുള്ള ഇടക്കാല കരാറിന്റെ ലംഘനമായി കണക്കാക്കും എന്നതാണ് ഇസ്രയേലിന് മറുപടിയായി ഇറാൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ഇറാനിലെ മാത്രം ചർച്ചകൾ എന്നത് ഇറാൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ലബനൻ കൂടി ഇതിന്റെ ഭാഗമാകണമെന്ന് പറഞ്ഞിരുന്നു. തെക്കൻ ലബനൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോഴും. തെക്കൻ ലബനനിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്മാറില്ല എന്നത് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ള നിലപാടാണ്. പക്ഷേ അത് സമാധാന കരാറിന്റെ ഭാഗമെന്ന നിലപാടിൽ ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ കരാറിന്റെ ഭാവി എന്ത് എന്നത് ഈ നിലപാടുകളിൽ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവിടെ ട്രംപിന്റെ നിലപാട് എന്താണെന്ന് കൂടി നമുക്ക് നോക്കണം. ലബനനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതുണ്ട് എന്നതാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറയുന്നത്. താനില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേൽ ഉണ്ടായിരിക്കില്ല എന്നത് ട്രംപ് ആവർത്തിക്കുന്നു. അവിടെയും താൻ ചെയ്തത് ചെയ്യാൻ മറ്റൊരു പ്രസിഡന്റും തയ്യാറായിരുന്നില്ല. ഇസ്രയേൽ ലെബനൻ ആക്രമിച്ചാലും കരാർ നിലനിൽക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി ട്രംപ് പങ്കുവെക്കുകയാണ്. അത് താൻ ഒരു ചെറിയ യുദ്ധമായിട്ടാണ് കാണുന്നത്. ഇറാനാണ് വലിയ വിഷയം. പക്ഷേ അവിടെ എപ്പോഴും തലപൊക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതാണ് ഹിസ്ബുള്ള എന്നത് ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ഈ ലെബനനിൽ ഒരുപക്ഷെ ഇസ്രയേൽ തുടർന്നും ആക്രമണം നടത്തിയേക്കാം, എങ്കിൽ പോലും ഇപ്പോഴത്തെ കരാർ നിലനിൽക്കും എന്നൊരു പ്രതീക്ഷയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇറാൻ പറയുന്നു ലെബനൻ ഈ കരാറിന്റെ ഭാഗമാണെന്ന്. ആ ഒരു ഉറപ്പ് നൽകാൻ അമേരിക്കയ്ക്ക് പോലും ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. അപ്പോൾ ഈ കരാറിന്റെ ഭാവി എന്താണ് എന്നൊരു ചോദ്യം ലെബനനുമായി ബന്ധപ്പെട്ടും നിൽക്കുകയാണ്. അതേ ഘട്ടത്തിൽ തന്നെയാണ് മുന്നറിയിപ്പുമായി JD വാൻസ് കൂടി രംഗത്ത് വരുന്നത്. ഈ കരാർ ഒപ്പിട്ടതിലെ ഒരു വ്യക്തിയാണ് JD വാൻസ്. ഈ സമാധാന ചർച്ചകളിലെ ഒരു പ്രധാന വ്യക്തിയുമായിരുന്നു JD വാൻസ്. JD വാൻസ് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കിയാൽ, അമേരിക്കയുമായി പുതുതായി പ്രഖ്യാപിച്ച കരാറിലെ ബാധ്യതകൾ പാലിക്കാൻ ഇറാൻ പരാജയപ്പെട്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും സൈനിക ആക്രമണം ആരംഭിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മേഖലയിലെ സ്ഥിരതയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവം കാരണം ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതാണ് JD വാൻസ് ചൂണ്ടിക്കാട്ടിയത്. ഇറാൻ വാക്ക് പാലിക്കാത്ത പക്ഷം കരാറിന്റെ ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല. എല്ലാ ശക്തമായ നിലപാടുകളും അമേരിക്ക സ്വീകരിക്കും. അതായത് വീണ്ടും ബോംബാക്രമണം നടത്തുകയോ ഉപരോധം പുനഃസ്ഥാപിക്കുകയോ ചെയ്യാൻ മടിക്കില്ല എന്നൊരു മുന്നറിയിപ്പാണ് JD വാൻസ് നൽകുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറന്നുവെക്കാനുമുള്ള കരാറിന്റെ ഭാഗമായി ഇറാനിലേക്ക് ഒരു ഫണ്ടും കൈമാറിയിട്ടില്ല എന്നുകൂടി JD വാൻസ് പറയുന്നു. ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ ഇറാൻ സ്വീകരിക്കാവുന്ന രീതിയിൽ സ്വീകരിച്ചാൽ മാത്രമേ സാമ്പത്തിക ഇളവുകൾ ലഭിക്കുകയുള്ളൂ എന്നതുകൂടിയാണ് JD വാൻസ് പറയുന്നത്. അപ്പോൾ ഫണ്ടിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം ഉണ്ട് എന്നതാണ് JD വാൻസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സമാധാന കരാറിലേക്ക് പോകുമ്പോൾ ഇറാന് ലഭിക്കുന്ന ഫണ്ട് അതിലൊരു പ്രധാന ഘടകമായിരുന്നു. ഇറാൻ അത്തരമൊരാവശ്യം പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചതാണ്. അമേരിക്ക ഇത്തവണ അതിന് വഴങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ സമാധാന കരാർ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രധാന കാരണം. അവിടെയാണ് JD വാൻസിന്റെ വാക്കുകൾ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകിയ പ്രസ്താവനയിൽ ഇറാന് വേണ്ടിയുള്ള ഒരു വലിയ പുനർനിർമ്മാണ ഫണ്ടിന്റെ സൂചനയുണ്ടായിരുന്നു. കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ പാലിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെയുള്ള $300 ബില്യൺ പുനർനിർമ്മാണ ഫണ്ട് അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വാൻസ് CBSന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഈ റിപ്പോർട്ടുകൾ തള്ളി അമേരിക്കൻ പ്രസിഡന്റ്
ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തി. ആണവായുധങ്ങൾ ഒരിക്കലും നിർമ്മിക്കില്ലെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാൻ അമേരിക്ക $300 ദശലക്ഷം നൽകുന്നുവെന്ന വാർത്ത വ്യാജമാണെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ കുറിച്ചത്. ഡെമോക്രാറ്റുകൾ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചാരണമാണ് ഇതെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട്. നേരത്തെ $100 മില്യൺ ഇറാന് അമേരിക്ക നൽകുമെന്നായിരുന്നു റിപ്പോർട്ടെങ്കിൽ ഇപ്പോൾ $300 ബില്യൺ ഫണ്ടിനെ കുറിച്ചുള്ള ചർച്ചകളാണ് വാർത്തകളിൽ നിറയുന്നത്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചകളിലെ അന്തിമ ധാരണകൾ ഇതിൽ ഉണ്ടാകും. അതായത് അന്തിമ ധാരണകൾ പിന്നീടേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച കരാർ ഒപ്പിടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ട്രംപും പറയുന്നു. അതിന് പിന്നാലെയാണ് JD വാൻസും ഒരു ഫണ്ടും കൈമാറിയിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട് അതിലൊരു അനിശ്ചിതത്വമുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് നൽകുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറുമോ? അങ്ങനെയാണെങ്കിൽ ഈ കരാർ സാധ്യമാകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെയും ഈ സമാധാന കരാറിന്റെ കരടായിരിക്കുന്നു. ആദ്യഘട്ടം ഒപ്പിട്ടിരിക്കുന്നു. അതിന്റെ ഔദ്യോഗികമായ ഒപ്പിടൽ വെള്ളിയാഴ്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അനിശ്ചിതത്വം ഉയർത്തുന്നത് ഈ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഒപ്പിടും വരെ ആ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയ്ക്കും എണ്ണ വിപണിക്കും ആശങ്കയായിരുന്ന 107 ദിനം നീണ്ട യുദ്ധത്തിനാണ് ഒടുവിൽ അന്ത്യമാകുന്നത്. ഹോർമുസ് തുറന്നത് ഉൾപ്പെടെ വലിയ ആശ്വാസം അത് ലോകരാഷ്ട്രങ്ങൾക്ക് സൃഷ്ടിക്കുമ്പോഴും ഇത് എത്രമാത്രം ശാശ്വതമാകുമെന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇറാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ 90% അംഗങ്ങളും കരാറിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പക്ഷത്തെ തീവ്ര നിലപാടുകാർ എന്നാൽ അസ്വസ്ഥരാണ്. ഇസ്രയേൽ മെരുകുന്നില്ല എന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോഴും കരാറിന്റെ പൂർണ്ണ രൂപം എന്ത് എന്നത് ലഭ്യമല്ല. അമേരിക്ക തന്നെ ഉണ്ട്, പുനരുദ്ധാരണത്തിനായി ഒരു ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം വരുത്തുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കരാറിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഔദ്യോഗികമാക്കിയ ശേഷം ഇത് പുറത്തുവിടും എന്നതാണ് ട്രംപ് പറയുന്നത്. അതായത് വെള്ളിയാഴ്ച കരാർ ഒപ്പിട്ടതിന് ശേഷം പുറത്തുവിടുമെന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരുപക്ഷെ ചർച്ചകൾ നടക്കാനും വിലപേശൽ നടക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ കരാർ ലംഘനം ഉണ്ടായാൽ ഏത് നിമിഷവും ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാകുമെന്ന ഒരു ഭീഷണി കൂടി JD വാൻസ് നൽകുമ്പോൾ ഈ വെള്ളിയാഴ്ച വരെയുള്ള സമയം വളരെ നിർണായകമാണ്. കരാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് ഉറപ്പിക്കേണ്ടത് വളരെ നിർണായകമാണ്. അതിനുശേഷവും ആശങ്ക ഒഴിയില്ല. കാരണം ഇസ്രയേൽ ഇതിന്റെ ഒന്നും ഭാഗമല്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അതൊരു ഭീഷണിയായി തന്നെ തുടരുന്നു എന്നതാണ് കാണേണ്ടത്. ഈ യുദ്ധം ഒരു സമാധാന കരാറിലേക്ക് എത്തുമ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സമാധാന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഈ യുദ്ധത്തിൽ ജയിച്ചത് ആരാണ് എന്നതാണ്. ഒരു യുദ്ധവും നല്ലതൊന്നും അവശേഷിപ്പിക്കില്ല. യുദ്ധത്തിൽ ഒന്നില്ല. നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാകും എല്ലാ യുദ്ധങ്ങൾക്കും ഉണ്ടാവുക. യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ ആഭ്യന്തരമായ വലിയ വിമർശനം ഉയരുമ്പോഴാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. കരാറിലെ ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഈ കരാർ ഇറാനെ സഹായിക്കുന്നതാണെന്ന വിമർശനം ട്രംപ് നേരിടുന്നുണ്ട്. ഒപ്പം ട്രംപിനെ ഈ കരാറിലേക്ക് എത്തിച്ചത് ഇറാന്റെ വിജയമായി കണക്കാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ആരാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത്, നേട്ടമുണ്ടാക്കിയത് എന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കാം എന്നും ഇറാന്റെ പെട്രോളിയം പ്രകൃതിവാതക സമ്പത്ത് കൈക്കലാക്കാമെന്നും മോഹിച്ചാണ് ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് സേനയെ അയച്ചത്. എന്നാൽ യുദ്ധം നീണ്ടതോടെ സാഹചര്യങ്ങൾ മാറി. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് വിമർശനം കടുത്തു. ഡെമോക്രാറ്റുകളും ജനാധിപത്യ വിശ്വാസികളും റിപ്പബ്ലിക്കൻസിൽ ഒരു വിഭാഗവും ട്രംപിനെതിരായി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. US-ലും യൂറോപ്പിലും അടക്കം ലോകമെങ്ങും ഇന്ധനവില കുത്തനെ ഉയർന്നു. നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്ന അമേരിക്കയിൽ വിലക്കയറ്റം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്ന് കണ്ടാണ് ട്രംപ് ഒത്തുതീർപ്പിന് ഇറങ്ങിത്തിരിച്ചത്. ഇറാനുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ അമേരിക്കയിലെ ജനങ്ങൾ വെറുത്ത ഒരു യുദ്ധത്തിൽ നിന്ന് തലയുരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യുദ്ധം നിർത്തിയതോടെ ജനവികാരം മാനിച്ചതായി തൽക്കാലം സമാധാനിക്കാമെങ്കിലും
യുദ്ധത്തിനായി നിലകൊണ്ട റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രയേൽ പക്ഷക്കാരുടെ വിമർശനം ട്രംപിനെ കുഴപ്പത്തിലാക്കുകയാണ്. കരാറിൽ ഇറാന് ഇളവുകൾ നൽകിയതിൽ രൂക്ഷ വിമർശനമാണ് ഈ കൂട്ടരിൽ നിന്ന് ട്രംപ് നേരിടുന്നത്. ആണവ പദ്ധതി സംബന്ധിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതും നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് ഇറാനുള്ള അനാവശ്യ ഇളവുകളാണെന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. US കോൺഗ്രസിന്റെ നിയന്ത്രണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ വലിയ തിരിച്ചടിയാകും. അപ്പോ ഇതൊക്കെയാണ് സാഹചര്യം. ട്രംപിന് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ട്രംപിന് മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലക്ഷ്യങ്ങൾ നേടാൻ ആയിട്ടുണ്ടോ? അത് പരിശോധിച്ചാൽ ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്നത് വലിയ ലക്ഷ്യമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ച്. ഇറാൻ ദിവസങ്ങൾക്കകം അണുവായുധം ഉണ്ടാക്കുമെന്നാരോപിച്ചാണ് ഇസ്രയേലിനൊപ്പം അമേരിക്കയും ഇറാനിൽ ആക്രമണത്തിനിറങ്ങിയത്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടുകൊടുത്തില്ല. അണുവായുധം ഉണ്ടാക്കില്ലെന്ന മുൻ നിലപാട് ആവർത്തിച്ചു. ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച പിന്നീടാകാം എന്നതാണ് ഇപ്പോഴുള്ള ധാരണ. അതായത് ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ ഈ ആണവായുധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണവ പദ്ധതി സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താം എന്നതാണ് എത്തിയിട്ടുള്ള ധാരണ. മറ്റൊരു ലക്ഷ്യം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ശേഖരവും തകർക്കുക എന്നതായിരുന്നു. എന്നാൽ ഇറാന്റെ നാവിക വ്യോമസേനകളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ഈ 100 ദിവസത്തിലധികം നീണ്ട യുദ്ധത്തിലൂടെ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മിസൈൽ നിർമ്മാണ ശേഷി ഇല്ലാതാക്കാനും കഴിഞ്ഞില്ല. ഇറാന്റെ മിസൈൽ ശേഷി എന്താണ് എന്നത് ഗൾഫ് മേഖലയിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആക്രമണം അമേരിക്ക നടത്തുമ്പോഴും അതിന്റെ തിരിച്ചടി എന്ന നിലയിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്കുമേൽ ഇറാൻ കനത്ത മിസൈൽ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അപ്പോൾ 100 ദിവസം പിന്നിട്ടിട്ടും അവിടെ ഒരു കുറവും വരുത്താൻ അമേരിക്കയെ സംബന്ധിച്ച് കഴിഞ്ഞില്ല. അവിടെ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ് നമ്മൾ കാണുന്നത്. പശ്ചിമേഷ്യയിലെ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തുടരുകയാണ്. അപ്പോൾ അത് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതും ഈ യുദ്ധം ഇത്രയും നീണ്ടതിന് ശേഷവും നമ്മൾ കാണുകയാണ്. ഇപ്പോഴും ഈ കരാറിന്റെ കാര്യത്തിൽ തെക്കൻ ലബനനിലെ ഉൾപ്പെടെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഉൾപ്പെടെ അവസാനിപ്പിക്കുക എന്ന ഇറാന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമാധാന കരാറിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അറിയുമ്പോൾ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തടയുക എന്ന ലക്ഷ്യം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാകുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നത് ഇപ്പോൾ ഒരു ലക്ഷ്യമായി അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിന് മുൻപ് തുറന്നു കിടന്ന കടലിടുക്കാണ് ഇറാൻ യുദ്ധകാലത്ത് സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി അടച്ചത്. ഇത് തുറപ്പിക്കാനായി അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. അതിനുശേഷവും ഇറാൻ അയഞ്ഞില്ല. ഹോർമുസിൽ US സേനയെ വിന്യസിച്ചു. അതിനൊക്കെയും ഒടുവിലും ആ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കാനോ ചരക്ക് നീക്കം സുഗമമാക്കാനോ കഴിഞ്ഞില്ല. ദിവസം വളരെ ഒന്നോ രണ്ടോ കപ്പലുകൾക്കൊക്കെ മാത്രമാണ് ഇറാൻ അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ചരക്ക് നീക്കം ആകെ നിലയ്ക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ യുദ്ധത്തിന് മുൻപ് തുറന്നു കിടന്ന ഹോർമുസ് തുറക്കുക എന്നത് ഈ യുദ്ധത്തിന്റെ ഒരു ലക്ഷ്യമായി മാറുന്നത് കൂടി കാണുന്നു. അവിടെ ഇറാന്റെ തന്ത്രങ്ങളാണ് വിജയിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. സഖ്യകക്ഷികളുടെ സംരക്ഷണം, സഖ്യകക്ഷികളായ ഇസ്രയേൽ, US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യം എന്നതാണ് അമേരിക്ക പറയുന്നത്. നോക്കൂ, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇറാൻ ആക്രമണങ്ങളിൽ അങ്ങേയറ്റം വലഞ്ഞ രാഷ്ട്രങ്ങളാണ്. സമാധാനകാംക്ഷികളായിരുന്നു. എണ്ണ കയറ്റുമതി ഇവരുടേത് തടസ്സപ്പെട്ടു. അവിടേക്ക് നിരന്തരം ആക്രമണങ്ങളുണ്ടായി. സമാധാനം നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. സാമ്പത്തിക രംഗത്ത് കനത്ത തിരിച്ചടി ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരിടേണ്ടി വന്നു. US സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണങ്ങളിൽ
കാര്യമായ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒടുക്കം സഖ്യകക്ഷികൾക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നതിലേക്ക് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. അമേരിക്കയിലുള്ള അവരുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി. അതാണ് ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായുള്ളത്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ കാണുന്നത്. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ മോശമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്ത് നേടി അമേരിക്ക ഈ യുദ്ധം കൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കാര്യമായ ലക്ഷ്യങ്ങൾ നേടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേസമയം തന്നെ കരുത്ത് കാട്ടിയ ഇറാനെയാണ് മറുപക്ഷത്ത് നമ്മൾ കാണുന്നത്. 6 മാസത്തിന്റെ ഇടവേളയിൽ 2 യുദ്ധം മൂലമുള്ള ആഘാതങ്ങൾ അതിജീവിക്കാൻ ഇറാനിലെ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ 107 ദിവസം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 13 പുലർച്ചെ 3 മണിക്ക് അപ്രതീക്ഷിതമായിരുന്നു ഇറാനിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടായത്. 12 ദിവസം നീണ്ട യുദ്ധത്തിന്റെ അവസാന ദിനങ്ങളിൽ US പോർവിമാനങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കുകയും ചെയ്തു. അതിനുശേഷം 6 മാസത്തിന്റെ ഇടവേളയിലാണ് രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലഞ്ഞ ഇറാനിലെ ഭരണ അട്ടിമറി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണം തുടങ്ങിയത്. ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചു. അടുത്ത ബന്ധുക്കളടക്കം കൊല്ലപ്പെട്ടു. അലി ലാറിജാനി അടക്കം പ്രമുഖരുടെ നീണ്ട നിരയെ വകവരുത്തി. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഇറാനെയാണ് നമ്മൾ കണ്ടത്. ഹോർമുസിൽ അവർ പിടിമുറുക്കുന്നു. യുദ്ധം തുടങ്ങിയ അമേരിക്കയടക്കം അത് വരിഞ്ഞുമുറുക്കി. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെ ഇറാൻ നീക്കുന്നതാണ് കണ്ടത്. അമേരിക്ക കരുതിയതുപോലെ ആഭ്യന്തര പ്രക്ഷോഭം കടുത്തില്ല. ഇറാനിൽ പുതിയ ഭരണ നേതാക്കൾ വന്നു. അവർ മുൻഗാമികളെക്കാൾ കടുത്ത നിലപാടുകാരായിരുന്നു. അവർ ഭരണത്തിൽ പിടിമുറുക്കുന്നതാണ് കണ്ടത്. IRGCയും ആ രീതിയിൽ പിടിമുറുക്കുന്നത് കണ്ടു. യുദ്ധമുണ്ടായാൽ അതിന്റെ ആഘാതം എത്രയെന്ന് ഇറാൻ മനസ്സിലാക്കിയിരുന്നു, അതിനായി തയ്യാറെടുത്തിരുന്നു എന്നതാണ് ഈ സാഹചര്യങ്ങളെ ഇറാൻ നേരിട്ട രീതി സൂചിപ്പിക്കുന്നത്. 10 വർഷം നീണ്ട ഇറാൻ ഇറാഖ് യുദ്ധം, ആ ദീർഘയുദ്ധത്തിൽ നൽകിയ അനുഭവ പരിചയവുമൊക്കെ ഇറാന് ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഉപരോധങ്ങളുടെ പിടിയിലായിരുന്നു ഇറാൻ. അങ്ങനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ ശീലം ഇറാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാം എന്നത് മുൻകൂട്ടി കണ്ടിരുന്നു ഇറാൻ എന്നതാണ് മനസ്സിലാകുന്നത്. സിറിയയിലും ലെബനനിലും യമനിലും വർഷങ്ങളായി പോരടിക്കുന്ന സായുധ വിഭാഗങ്ങളെല്ലാം ഇറാൻ സേനയിൽ നിന്ന് പരിശീലനം ലഭിച്ചവരാണ്. സ്ഥിരമായി യുദ്ധത്തിലായിരിക്കുന്ന ഇറാന്റെ ഓരോ നീക്കവും അങ്ങനെ കൃത്യതയോടുകൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണ കാലം, 100-ലധികം ദിവസം നീളുന്ന ഈ പരീക്ഷണ കാലം മറികടക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രംപിനെ നേരിടാൻ പോലും കൃത്യമായ പ്ലാനിംഗ് ഇറാൻ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ യുദ്ധത്തിന്റെ 100 ദിവസങ്ങളെടുത്താൽ പറഞ്ഞത് മാറ്റി പറയുന്ന ട്രംപിനെ നമ്മൾ പല ദിവസങ്ങളിലും കണ്ടു. ഈ യുദ്ധത്തിലുടനീളം ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത വാക്കുകളാണ് കണ്ടത്. ഒരു ദിവസം സമാധാനത്തിനെക്കുറിച്ചും അടുത്ത ദിവസം യുദ്ധത്തെക്കുറിച്ചും പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. ട്രംപിന്റെ സ്ഥിരതയില്ലായ്മയാണ് സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമെന്ന് ഇറാൻ പലകുറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമാധാന ശ്രമങ്ങളിലേക്ക് എത്തുന്നതിൽ ഏറ്റവും വിലങ്ങുതടിയാകുന്നത് സ്ഥിരതയില്ലാത്ത ട്രംപിന്റെ നിലപാടുകളാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കണം എന്നതിനെക്കുറിച്ച് ഇറാൻ പഠിച്ചിരുന്നു, ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു എന്നതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ നിർദ്ദേശങ്ങളാണ് പാലിക്കപ്പെടുന്നതെന്ന് വ്യാഖ്യാനങ്ങൾ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോഴാണ് എങ്ങനെ ഇതിലേക്ക് ഇറാൻ എത്തി എന്നത് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നത്. അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ പരോക്ഷ സമാധാന ചർച്ചകളിൽ അനുകൂലമായ വഴിത്തിരിവുണ്ടാക്കാൻ ഇറാൻ അസാധാരണമായ നയതന്ത്ര നീക്കം നടത്തി എന്നതിന്റെ റിപ്പോർട്ടുകളാണ്. ട്രംപിന്റെ പ്രവചനാതീതമായ പെരുമാറ്റ രീതികളെയും തീരുമാനങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുന്നതിനായി ഇറാൻ അവരുടെ ചർച്ചാ സംഘത്തിൽ മുതിർന്ന സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും ഉൾപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോർട്ടലായ ഡ്രോപ്പ് സൈറ്റ് ന്യൂസ് ആണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്.
പാരമ്പര്യ നയതന്ത്ര ശൈലി ഉപേക്ഷിച്ച് ഇറാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ചകൾ കടുത്ത അനിശ്ചിതത്വത്തിലായിരുന്നു അവസാനിച്ചത്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ മാനസികാവസ്ഥയും ചിന്താഗതിയും കൃത്യമായി ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഇറാൻ 2 മുതിർന്ന മനഃശാസ്ത്രജ്ഞരെ ഉപദേശക സമിതിയിലേക്ക് നിയോഗിച്ചു എന്ന വാർത്തകൾ വരുന്നത്. ഏപ്രിലിലെ ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിർദ്ദേശങ്ങൾ കൈമാറാൻ തുടങ്ങിയപ്പോഴാണ് ഈ സൈക്കോളജിസ്റ്റുകൾ ഇറാൻ സംഘത്തെ സഹായിക്കാൻ തുടങ്ങിയത് എന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിൽ സന്ദേശങ്ങളുടെ ഘടന മാറ്റി എഴുതുകയായിരുന്നു ഇവരുടെ പ്രധാന ചുമതല എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രാദേശിക മധ്യസ്ഥർ വഴി ട്രംപിന് കൈമാറുന്ന കത്തുകളുടെയും നിർദ്ദേശങ്ങളുടെയും ഭാഷ, ടോൺ, വിഷ്വൽ ലേഔട്ട് എന്നിവ ഈ മനഃശാസ്ത്രജ്ഞർ മാറ്റങ്ങൾ വരുത്തി നൽകി അങ്ങനെയാണ് കൈമാറിയിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ മാറ്റം ചർച്ചകളിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. പരസ്യമായ വാക്പോരുകളിലേക്കും ഉപരോധങ്ങളിലേക്കും നീങ്ങിയിരുന്ന ചർച്ചകൾ പെട്ടെന്ന് തന്നെ ഇരുവർക്കും സമ്മതമായ ഒരു ധാരണാപത്രത്തിലേക്ക് വഴിമാറാൻ ഈ രീതിയിലുള്ള ഇറാന്റെ ശ്രമം കാരണമായി എന്നതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ട്രംപ് ഇടപെടാൻ വലിയ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വാക്കുകൾ മാറ്റി പറയും. നമുക്കറിയാം, ഇന്ത്യയുടെ തന്നെ അനുഭവം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല തവണ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പും സൗഹൃദവും ഉള്ളപ്പോൾ പോലും ട്രംപിന്റെ ഈ നിലപാട് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. കൂടിക്കാഴ്ചകൾ മാറ്റിവെച്ചു, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ പോലും അത് മോദി ഒഴിവാക്കിയിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. എന്തായാലും അങ്ങനെ ട്രംപ് പലതും മാറ്റിപ്പറയുന്ന വ്യക്തിയാണ്. സ്ഥിരതയില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന വിമർശനങ്ങൾ വരുമ്പോൾ ഇറാൻ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടിയാണ് വരുന്നത്. ആ രീതിയിൽ വളരെ കൗതുകവും ഒപ്പം തന്നെ വളരെ നിർണായകവുമാണ് അത്തരം ചില നീക്കങ്ങൾ ഈ യുദ്ധസമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത്. എന്തായാലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്ന ഘട്ടമാണ്. ഈ യുദ്ധം ഉൾപ്പെടെ പലവിധ വിഷയങ്ങൾ, വ്യാപാര കരാറൊക്കെയും ചർച്ചയ്ക്ക് വരുമെന്ന് കരുതുന്ന നിമിഷമാണ്. എന്തായാലും ഇറാന്റെ ചില യുദ്ധതന്ത്രങ്ങൾ ആ നിലയ്ക്ക് കൂടി വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ യുദ്ധം ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നോക്കുമ്പോൾ ഇറാനിൽ മാത്രം ഏതാണ്ട് 3500-ലേറെ മരണമുണ്ടായിട്ടുണ്ട്. പ്രമുഖ നേതാക്കളെ, അവരുടെ പരമോന്നത നേതാവിനെ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. ഇറാന്റെ വിജയം എന്നതല്ല, യുദ്ധത്തെ, ആ സാഹചര്യങ്ങളെ നേരിടാൻ ഇറാൻ കാണിച്ച ശ്രമങ്ങളെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് വിവിധ റിപ്പോർട്ടുകളിലൂടെ. അതേസമയം തന്നെ അവർക്ക് ഇത്രയും അധികം ദിവസം അമേരിക്കയും ഇസ്രയേലും സംയുക്തമായ ആക്രമണം നടത്തുമ്പോഴും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അവരുടെ തന്ത്രങ്ങൾ ആ നിലയിൽ ഹോർമുസിൽ ഉൾപ്പെടെ എടുത്ത തന്ത്രങ്ങളാണ് അവരുടെ കൂടി താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള സമാധാന കരാറിലേക്ക് നയിക്കുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യൻ കരസേന കേവലം ഒരു സായുധ സേന മാത്രമല്ല, മറിച്ച് അച്ചടക്കത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും പര്യായം കൂടിയാണ്. ഒരു സൈനികന്റെ യൂണിഫോം എന്നത് വെറുമൊരു വസ്ത്രമല്ല, അതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മൂർത്തമായ പ്രതീകമാണ്. ഇന്ത്യ സ്വതന്ത്രമായിട്ട് 8 പതിറ്റാണ്ടുകളോടടുക്കുമ്പോഴും ഇന്ത്യൻ സൈന്യത്തിന്റെ സിരകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ചില നിഴലുകളും ആചാരങ്ങളും അവശേഷിച്ചിരുന്നു. എന്നാൽ ഈ കൊളോണിയൽ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് തികച്ചും ഭാരതീയമായ ഒരു സ്വത്വത്തിലേക്ക് മാറാനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 174 പേജുകളുള്ള ആർമി യൂണിഫോംസ് 2026 എന്ന പുതിയ സമഗ്ര മാർഗരേഖയിലൂടെ സൈന്യത്തിന്റെ വസ്ത്രധാരണത്തിലും വ്യക്തിഗത ചിട്ടകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന രീതികൾ ഉടച്ചു വാർത്തുകൊണ്ട് രാജ്യത്തിന്റെ സമകാലിക മൂല്യങ്ങൾക്കും തദ്ദേശീയ സംസ്കാരത്തിനും അനുയോജ്യമായ രീതിയിലാണ് ഈ പുതിയ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കേവലം ഒരു വസ്ത്രമാറ്റമല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ഒരു സാംസ്കാരിക നവീകരണമാണ്. പുതിയ ഡ്രസ് കോഡ് പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വസ്ത്രങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ചരിത്രത്തിൽ ആദ്യമായി സൈനിക ഉദ്യോഗസ്ഥർക്ക് സിവിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ബാൻഡി ജാക്കറ്റ് അഥവാ അടഞ്ഞ കഴുത്തുള്ള കോട്ടുകൾ ധരിക്കാനുള്ള ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുകയാണ്. പാശ്ചാത്യ ശൈലിയിലുള്ള സ്യൂട്ടുകൾക്ക് പകരം പൂർണ്ണ കൈയുള്ള ഷർട്ടുകൾക്ക് മുകളിൽ ധരിക്കാൻ കഴിയുന്ന ഈ ജാക്കറ്റുകൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നവയാണ്.
കഴുത്തിൽ ഹുക്കുള്ളതോ ഇല്ലാത്തതോ ആയ ശൈലികൾ ഇതിനായി തിരഞ്ഞെടുക്കാം. എന്നാൽ സൈനിക ഗാംഭീര്യത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ ഇവ കടും നിറങ്ങളല്ലാത്ത വളരെ ലളിതമായ നിറങ്ങളിൽ ഉള്ളതായിരിക്കണം എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇതിനോടൊപ്പം അനുയോജ്യമായ ഫോർമൽ ട്രൗസറുകളും ഷൂസുകളും ധരിക്കണം. അതോടൊപ്പം സൈന്യത്തിന്റെ ശൈത്യകാല വസ്ത്രങ്ങളിലും പ്രായോഗികവും ശ്രദ്ധേയവുമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുകയാണ്. ഒരുപാട് കേസുകൾ, ഒരുപാട് രോഗങ്ങൾ ചർച്ചകളിൽ നിറയുന്നു, വാർത്തകളിൽ നിറയുന്ന ദിവസങ്ങളാണ്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പകർച്ചപ്പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടിയത് 14,297 പേരാണ്. ജനുവരി മുതൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത്. ഈ മാസം മാത്രം 70 പേർക്കാണ് രോഗം ബാധിച്ചത്. ഷിഗല്ല ബാധിച്ച് 5 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണെന്നും മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തന്നെ സമ്മതിക്കുന്നു. പകർച്ചവ്യാധികൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ പകർച്ചവ്യാധി കലണ്ടർ തയ്യാറാക്കാൻ ഉന്നതാധികാര സമിതിയെ രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ കൂടുന്നത് ആരുടെയും തെറ്റല്ലെന്നും പരിശോധന വിപുലമാക്കിയിട്ടുണ്ട് എന്നും കൂടി മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. ഇപ്പോൾ പേഷ്യൻ്റായി അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനെ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവാണ്. അതായത് 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്. അപ്പോൾ ഈ ടോട്ടലായിട്ട് നോക്കുമ്പോൾ പകർച്ചവ്യാധികളുടെ സംഖ്യ ഇത്തവണ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഒന്ന് രോഗം ഉള്ള സ്ഥിതി, അതിനെ പ്രതിരോധിക്കണം. രോഗം വരാതിരിക്കാനുള്ള മാർഗം അത് പരിശോധിക്കണം. പിന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ അത് പരിശോധിക്കണം. ജില്ലാ തലത്തിലും നിരീക്ഷണ സമിതികൾ രൂപീകരിക്കുമെന്നതാണ് മന്ത്രി പറയുന്നത്. പഞ്ചായത്ത് തലത്തിൽ വരെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു. സമിതി സ്ഥിരം സംവിധാനമായിരിക്കും എന്നത് പറയുന്നു. എല്ലാ ജില്ലകളിലും ജലസ്രോതസ്സുകൾ ശുചീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനിടെ വയനാട്ടിൽ ഒരു വിദ്യാർത്ഥിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലേറിയ കണ്ടെത്തിയ കോഴിക്കോട് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ മലമ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരിങ്ങല്ലൂർ സ്വദേശിയായ 63-കാരനാണ് മലമ്പനി ബാധിച്ചത്. ഇപ്പോൾ നമുക്കൊപ്പം ഡോക്ടർ രാജീവ് ജയദേവൻ തത്സമയം ചേരുകയാണ്. സംസ്ഥാനത്തെ ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സാഹചര്യം, നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഡോക്ടർ സ്വാഗതം. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ 14,000-ത്തിലധികം ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടി എന്നതിൻ്റെ കണക്കുകൾ വരുന്നു. ഷിഗല്ല മൂലം 5 മരണം, അതിൻ്റെ സമാനമായ ലക്ഷണങ്ങളോടുകൂടി നിരവധി പേർ ആശുപത്രികളിലെത്തുന്ന സാഹചര്യം, പതിവില്ലാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടോ? ഈ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ? ഒരു ഷിഗല്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഔട്ട്ബ്രേക്കിൽ അനേകം പേർക്ക് രോഗം വരിക എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സാധാരണ ഷിഗല്ല ഔട്ട്ബ്രേക്കുകൾ ക്ലസ്റ്റർ ഔട്ട്ബ്രേക്കുകളാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്നും മലിനമായിട്ടുള്ള ജലം കുടിച്ചവരിലോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിച്ചവരിൽ നിന്നോ അവരിൽ കുറച്ചു പേർക്കാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഈ വർഷം കണ്ടത് നൂറുകണക്കിന് വ്യക്തികൾക്ക്, അതായത് ഒരേ സ്ഥലത്തുള്ള നൂറുകണക്കിന് വ്യക്തികൾക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം വ്യാപകമായിട്ടുള്ള ഒരു കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കുടിവെള്ള സ്രോതസ്സുകൾ കാര്യമായിട്ട് ശുചിമുറി മാലിന്യം അതിനകത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു റൂട്ട് കോസ് അടിസ്ഥാനപ്പെടുത്തി വേണം മുമ്പോട്ട് നമ്മൾ പോകാനായിട്ട്. നമ്മളിപ്പോ ഓരോ ഔട്ട്ബ്രേക്കും നമ്മൾ ഓരോന്നായിട്ട് കാണാതെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് അടിസ്ഥാനപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, റൂട്ട് കോസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നു എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ മലിനജലം ഒഴുകാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ് എന്നുള്ളതാണ്. തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂവേജ് ഡിസ്പോസൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ അർബനൈസേഷൻ, നമ്മുടെ ഒരു ജനസംഖ്യയുടെ വർധനവും അതുപോലെ അർബനൈസേഷനും മറ്റും
ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളുള്ള സ്ഥലങ്ങളിൽ ശുചിമുറി മാലിന്യം കളയാനുള്ള, ശാസ്ത്രീയമായി സംസ്കരിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ്. അതിന്റെ അർത്ഥം ഈ മാലിന്യമെല്ലാം എവിടെയെങ്കിലും ചെന്നെത്തും എന്നുള്ളതാണ്. അതിൽ നിന്നും പ്രത്യേകിച്ചും മഴക്കാലത്ത് കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഇത് എത്താൻ സാധ്യതയുണ്ട്. അതിന്റെ ബയോളജി ഞാൻ പറയാം. രോഗം ബാധിച്ച ഒരു വ്യക്തി ആ പരിസരത്തുണ്ടെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന രോഗാണുക്കൾക്ക്, പ്രത്യേകിച്ചും ഷിഗല്ല അതുപോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാക്കുന്ന, ജോണ്ടിസ് ഉണ്ടാക്കുന്ന വൈറസ്, ഇതെല്ലാം തന്നെ മാസങ്ങളോളം ഈ മലിനജലത്തിൽ ജീവനോടെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും അനേകം പേരിലേക്ക് രോഗം വ്യാപിക്കാൻ ഉതകുന്ന ഒരു മാർഗമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ അതിന്റെ റൂട്ട് കോസ് പരിഹരിച്ചാലേ പറ്റുകയുള്ളൂ. ഈ ശുചിമുറി മാലിന്യം യാതൊരു കാരണവശാലും കുടിവെള്ള സ്രോതസ്സുകളിൽ എത്താതെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഉണ്ടായി കഴിയുമ്പോൾ ഒരുപക്ഷെ ഏറെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഈ ഔട്ട് ബ്രേക്കുകൾ കുറയ്ക്കാനും മറ്റും സാധിക്കും. പിന്നെയുള്ളത് ഭക്ഷണശാലകളുടെ ഒരു പ്രവർത്തന രീതിയാണ്. ഭക്ഷണശാലകൾ വിളമ്പുന്ന ഭക്ഷണം അത് സേഫ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നിയമങ്ങളുണ്ട്, പക്ഷെ അത് നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ആ നടപ്പാക്കൽ ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാകുകയും വേണം. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല പരിശോധനകൾ നടത്തേണ്ടത്, തുടർച്ചയായിട്ടുള്ള പരിശോധനകളും എൻഫോഴ്സ്മെന്റും ഉണ്ടെങ്കിൽ ഈ ഭക്ഷണശാലകളും അതുപോലെ കേറ്ററിംഗ് എന്നുള്ള മുതലായ സ്ഥലങ്ങളിലെല്ലാം സേഫ് ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യത നമുക്കുണ്ടാവും. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ പിന്നിലാണ്. അത് പറയാതെ വയ്യ. നമ്മൾ ചില സൂചികകൾ അവരോടൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാനിറ്റേഷൻ, പബ്ലിക് വാട്ടർ സപ്ലൈ, ഇതിലെല്ലാം നമ്മൾ വളരെ പിന്നിലാണ്. അത് മനസ്സിലാക്കി ഉടൻ തന്നെ അത് നികത്താനുള്ള നടപടികൾ നമ്മൾ കൈക്കൊള്ളേണ്ടതാണ്. ഇപ്പോൾ കോഴിക്കോട്ട് മലേറിയ അല്ലെങ്കിൽ മലമ്പനി റിപ്പോർട്ട് ചെയ്തു എന്നൊരു വാർത്ത കൂടി വരികയാണ്. ജലജന്യ രോഗമല്ല എങ്കിലും അതും ജലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതും സമാനമായ കാരണമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ആ ജാഗ്രത ആ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി വേണ്ടതാണോ? മലമ്പനിയെ പറ്റി വലിയ ആശങ്കയ്ക്ക് കാരണമില്ല. കാരണം കേരളത്തിൽ അധികം മലമ്പനി മലേറിയ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല കേരളം. കേരളത്തിലേക്ക് മലമ്പനി പൊതുവെ ഇറക്കുമതി ചെയ്യാറാണ് പതിവ്. ഇത് 2 സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈ മലമ്പനി വരുന്നത്, മലേറിയ വരുന്നത്. ഒന്ന് ആഫ്രിക്കയിൽ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഈ മലേറിയ. അവിടെ നിന്നും വരുന്ന വ്യക്തികൾ വഴി പലപ്പോഴും കേരളത്തിൽ എത്താറുണ്ട്. ഈ വ്യക്തിയെ കൊതുക് കടിച്ച് ഈ കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് ഒറീസ മുതലായിട്ടുള്ള മറ്റ് ഇതര സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഒറീസയിൽ മലേറിയ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു ഡിസീസാണ്, ഒരു രോഗമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വ്യക്തികളിൽ ചിലപ്പോൾ ഈ രോഗമുണ്ടെങ്കിൽ, അവർ താമസിക്കുന്ന പ്രദേശത്ത് കൊതുക് ശല്യം ഉണ്ടെങ്കിൽ, ആ കൊതുക് ഈ വ്യക്തിയെ കടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഈ കൊതുകിന് ഈ രോഗാണുവിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കും. അങ്ങനെയാണ് മലേറിയ പ്രധാനമായും കേരളത്തിൽ എത്തുന്നത്. അതുകൊണ്ട് ഒരു ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നത് പോലെ മലേറിയ ഇവിടെ പടർന്നു പിടിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് കണ്ടെത്താനാകുന്നത് തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ മികവിനെ തെളിയിക്കുന്നതാണ്. അതിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. എബിലിറ്റി ടു ഡയഗ്നോസ് ആൻഡ് റിപ്പോർട്ട് എന്നുള്ളത് കേരളം മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മിക്കവാറും രോഗങ്ങളെല്ലാം കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. പക്ഷെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സിൽ നമ്മൾ പിന്നിലാണ്, ഇൻക്ലൂഡിങ് ദ ഹോൾ കൺട്രി. അപ്പൊ നമ്മൾ വളരെയധികം ദൂരം ഇനിയും മുമ്പോട്ട് പോകാനുണ്ട് പ്രിവെൻഷന്റെ കാര്യം. അപ്പോൾ ഈ മലേറിയ ഒപ്പം തന്നെ ഡെങ്കി ഒക്കെയും കണക്കുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ പരിസരം ശുചിയായി സൂക്ഷിക്കുക, കൊതുക് പെരുകുന്നതിന് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ മുൻപ് പല ഘട്ടങ്ങളിലും നൽകിയിരുന്നത് പിന്തുടരുക എന്നതാണോ ഈ കാര്യങ്ങളിൽ ജനങ്ങൾ പുലർത്തേണ്ടുന്ന ജാഗ്രത? കൊതുക് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഈ മലേറിയയും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ജാപ്പനീസ് എൻകെഫലൈറ്റിസ്, വെസ്റ്റ് നൈൽ എൻകെഫലൈറ്റിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടെങ്കിലും പ്രധാനമായും മലയാളിയെ ഏറ്റവും അധികം ബാധിക്കുന്ന രോഗം
കൊതുകുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഡെങ്കിയാണ്. ഡെങ്കിപ്പനിയുടെ പ്രത്യേകത അത് 4 തരം വൈറസുകളാണ് ഡെങ്കി ഉണ്ടാകുന്നത്. വീണ്ടും വീണ്ടും അതിന് ഒരേ വ്യക്തിയെ തന്നെ ഇൻഫെക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ രണ്ടാമത്തെ തവണ ഈ ഡെങ്കി വരുമ്പോൾ ചിലപ്പോൾ അത് കഠിനമായിട്ട് വരികയും അതിൽ തന്നെ ചിലർ മരണപ്പെടുകയും ചെയ്യും. ഡെങ്കി ഒരു വൈറസ് ആയതുകൊണ്ട് അതിനെതിരെ ഫലപ്രദമായിട്ടുള്ള ആന്റി വൈറൽ മരുന്നുകൾ ലഭ്യമല്ല. അതുകൊണ്ട് ഡെങ്കിപ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കൊതുകിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ്. കൊതുകിന്റെ നിയന്ത്രണം രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, അതിന് മുട്ടയിടാനുള്ള അവസരം നമ്മൾ നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പോ കൊതുക് നമുക്കറിയാം, ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് വർഗത്തിൽപ്പെടുന്ന ചെറിയ കൊതുക്, അതിന്റെ ചെറിയ കൊതുകിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് സീബ്ര പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഉണ്ടാവും. അപ്പം വീട്ടിൽ ഏത് തരം കൊതുകാണെന്ന് അറിയാനായിട്ട് നോക്കിയിരുന്നാൽ മതി. ചെറിയ സൈസും പകൽ കടിക്കുന്നതുമായിട്ടുള്ള ഈഡിസ് കൊതുക് സാധാരണ മുട്ടയിടുന്നത് മഴവെള്ളം ഒക്കെ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ പൊത്തുകളിലും പ്ലാസ്റ്റിക് മാലിന്യം കിടക്കുന്ന സ്ഥലങ്ങളിലും വീട്ടിനുള്ളിലുള്ള ഫ്ലവർ വേസുകളിലും ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിലും എല്ലാമാണ് ഇവ മുട്ടയിടുന്നത്. അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ പുറത്തുള്ള കൊതുകുകൾ വീട്ടിനുള്ളിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക. നെറ്റുകൾ ഘടിപ്പിക്കുക. അതുപോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്നവർ ഫുൾ സ്ലീവ് ഷർട്ട് ഉപയോഗിക്കുക. കൊതുക് കടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ആളുകൾ കൂട്ടമായി ഇരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആശുപത്രികൾ, അല്ലെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ഇവിടെയെല്ലാം അനവധി പേർ ഒരേ സമയം ഒരേ സ്പേസ് പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഡെങ്കിപ്പനി ബാധിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അവിടെ കൊതുക് ശല്യം ഉണ്ടെങ്കിൽ, ഈ വ്യക്തിയിൽ നിന്നും ഈ കൊതുകിന് അനവധി പേരിലേക്ക് വളരെ വേഗം ഈ വൈറസിനെ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ കൊതുക് ശല്യം കർശനമായിട്ട് നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ കൊതുക് നിവാരണ പ്രവൃത്തികൾ ത്രൂ ഔട്ട് ദ ഇയർ വേണം നടത്താനായിട്ട്. അല്ലാതെ മഴക്കാലത്തിന് മുമ്പ് ഒരു ക്ലീനിങ് എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യം നടക്കുകയില്ല. കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ഇയർ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ കൊതുക് ശല്യം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകിന്റെ പ്രത്യേകത അത് അധികം ദൂരം പറക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു റെസിഡൻസ് അസോസിയേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പരിസരം ശുചിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ, വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളുടെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയായി നിൽക്കുന്നത് ഷിഗല്ല തന്നെയാണ്. ഈ പലരും സ്വയം ചികിത്സ അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന കണക്കുകൾ പോലും കറക്റ്റ് ആണോ എന്ന സംശയമുണ്ട്. മാത്രവുമല്ല, വൊമിറ്റിങ്ങോട് കൂടിയ പനി, വോമിറ്റിങ്ങും ഡയറിയയും കൂടി ചേർന്നുള്ള പനിയുണ്ട്. അതൊക്കെയും ഷിഗല്ലയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. അക്കാര്യങ്ങളിൽ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൃത്യമായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഏത് ഘട്ടത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ ആശുപത്രികളെ സമീപിക്കേണ്ടത് വരുന്ന ഘട്ടം ഏതാണ്? ഒപ്പം ഭക്ഷണത്തിലും ഈ രോഗബാധിതനായ ശേഷവും ഒക്കെ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? ഷിഗല്ലയെ പറ്റി നമുക്കിപ്പോ മലയാളികൾക്കെല്ലാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേട്ടറിവുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. കേരളത്തിൽ ഒരു വർഷം ശരാശരി 2 ലക്ഷം പേർക്കാണ് ഡയറിയൽ ഡിസീസസ്, വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത്. ശരാശരി കണക്കാണ്, അതായത് റിപ്പോർട്ടഡ് കണക്കാണ്. വാസ്തവത്തിലുള്ള കണക്ക് അതിൽ കൂടുതലായിരിക്കും. അതിൽ തന്നെ ശരാശരി 100ഓളം വ്യക്തികൾക്കാണ് ഷിഗല്ല കൺഫേം ചെയ്യുന്നത്. കൺഫേംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിച്ച് അത് ടെസ്റ്റ് ചെയ്ത് അത് ഷിഗല്ലയാണ് എന്ന് വെരിഫൈ ചെയ്യുന്ന കേസുകളാണ്. ഇനി ആസ് എ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർമാർ എല്ലാ വയറിളക്ക രോഗങ്ങൾക്കും ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുകയില്ല. കാരണം ചിലവാണ്, അതിന്റെ ആവശ്യം പലപ്പോഴും വരാറില്ല. രോഗിയെ വീണ്ടും ടെസ്റ്റുമായി തിരികെ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതെല്ലാം നോക്കിയാണ് ഡോക്ടർമാർ ചികിത്സിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വയറിളക്ക രോഗങ്ങളും ഷിഗല്ല അല്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ 100 കേസ് സപ്പോസ് ഷിഗല്ലയാണ് എന്ന് സംശയിക്കുന്ന രീതിയിൽ കഠിനമായിട്ടുള്ള ലക്ഷണങ്ങളുമായി രോഗി വരുന്നു. ആ സമയത്ത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 5-10% കൂടുതൽ, അതായത് 100-ൽ 5-10 പേർക്ക് മാത്രമേ ഈ ഷിഗല്ല ആണ് എന്ന് കണ്ടെത്താറുള്ളൂ. ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു സാധാരണ ഒരു ശരാശരി വലിയ കഠിനമല്ലാത്ത ഒരു വയറിളക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മിക്കവാറും അത് ഷിഗല്ല ആകാൻ സാധ്യതയില്ല. മിക്കവാറും ഇത് വൈറലാണ്. വൈറൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായും റോട്ടോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ്.
ഇറ്റ്സ് എ വെരി കോമൺ വൈറസ്. അത് സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് താനേ നിൽക്കുന്ന ഒരു തരം രോഗമാണ്. അതും ഈ പറഞ്ഞതുപോലെ മലിനമായിട്ടുള്ള ജലവും മറ്റും ഉള്ളിൽ ചെല്ലുമ്പോഴാണ്. അതിന് ആന്റിബയോട്ടിക്കുകളുടെയും മറ്റു ചികിത്സകളുടെയും ആവശ്യമില്ല. ORS ചികിത്സ മാത്രം മതി. ഛർദി, കഠിനമായിട്ടുള്ള വയറിളക്കം അല്ലെങ്കിൽ മറ്റ് കഠിനമായിട്ടുള്ള ക്ഷീണം ഇതൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് വയറിളക്കം. ORS ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഒരു നുള്ളുപ്പും ഒരു 1-2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് ചേർത്ത് ഇളക്കി ഒരു ബീക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ കഠിനമായിട്ടുള്ള ലക്ഷണങ്ങൾ, കടുത്ത വയറുവേദന, രക്തത്തോടു കൂടിയുള്ള വയറിളക്കം, ഛർദി അല്ലെങ്കിൽ എക്സ്ട്രീംസ് ഓഫ് ഏജ്, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പ്രായാധിക്യമുള്ളവർ, ഇവരാണെങ്കിൽ ഇവർക്ക് കൂടുതൽ സൂപ്പർവിഷൻ അല്ലെങ്കിൽ കെയർ വേണ്ടി വന്നിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നിരിക്കാം, ചിലപ്പോൾ IV ഫ്ലൂയിഡ്സ് വേണ്ടി വന്നിരിക്കാം. അതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഡോക്ടറെ സമീപിക്കുകയും ഉചിതമായിട്ടുള്ള ചികിത്സ കൈക്കൊള്ളുകയും വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക വയറിളക്ക രോഗങ്ങളും വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിക്കാവുന്നേ ഉള്ളൂ. മാറാതെ അല്ലെങ്കിൽ കഠിനമായ ലക്ഷണങ്ങൾ മാത്രം പോയി കൺസൾട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഇനി സ്വയം ചികിത്സയുടെ കാര്യം പറഞ്ഞത് നന്നായി. നമ്മുടെ സംസ്ഥാനത്ത് സ്വയം ചികിത്സ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പലരും വിചാരിക്കുന്നത് ഒരു വയറിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആന്റിബയോട്ടിക് കഴിക്കണം എന്നുള്ളതാണ്. അത് തെറ്റാണ്. ആന്റിബയോട്ടിക് ചിലപ്പോൾ ആവശ്യമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകാനാണ് വഴി. അതേപ്പറ്റി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. എങ്കിലും ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ സംവിധാനം വെച്ച് നോക്കുമ്പോൾ കുറിപ്പടികൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ നമ്മുടെ ഒരു മരുന്നുകളുടെയും ആന്റിബയോട്ടിക് ഡിസ്പെൻസ് ചെയ്യുകയില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു കാര്യമാണ്. അമിതമായിട്ടുള്ള അകാരണമായിട്ടുള്ള ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മിക്ക വയറിളക്ക രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അടിവരയിട്ട് പറയാനുള്ളത്. ഷിഗല്ല സംശയിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ അതിനുള്ള ടെസ്റ്റ് ചെയ്യുകയും വേണമെങ്കിൽ ഉചിതമായിട്ടുള്ള ചികിത്സ ആന്റിബയോട്ടിക് ആണെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന് ഇത്രയധികം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പങ്കുവച്ചത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ രാജീവ് ജയദേവനാണ് ഇപ്പോഴത്തെ ഈ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ സാമാന്യമായി സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു വിവരം പങ്കുവച്ചത്. നമുക്ക് ചെറിയ ഒരു ഇടവേള എടുത്തതിന് ശേഷം തിരിച്ചെത്താം. ലോകത്തെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യൻ കരസേന കേവലം ഒരു സായുധ സേന മാത്രമല്ല, മറിച്ച് അച്ചടക്കത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും പര്യായം കൂടിയാണ്. ഒരു സൈനികന്റെ യൂണിഫോം എന്നത് വെറുമൊരു വസ്ത്രമല്ല, അതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മൂർത്തമായ പ്രതീകമാണ്. ഇന്ത്യ സ്വതന്ത്രമായിട്ട് 8 പതിറ്റാണ്ടുകളോടടുക്കുമ്പോഴും ഇന്ത്യൻ സൈന്യത്തിന്റെ സിരകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ചില നിഴലുകളും ആചാരങ്ങളും അവശേഷിച്ചിരുന്നു. എന്നാൽ ഈ കൊളോണിയൽ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് തികച്ചും ഭാരതീയമായ ഒരു സ്വത്വത്തിലേക്ക് മാറാനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 174 പേജുകളുള്ള ആർമി യൂണിഫോംസ് 2026 എന്ന പുതിയ സമഗ്ര മാർഗരേഖയിലൂടെ സൈന്യത്തിന്റെ വസ്ത്രധാരണത്തിലും വ്യക്തിഗത ചിട്ടകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന രീതികൾ ഉടച്ചു വാർത്തുകൊണ്ട് രാജ്യത്തിന്റെ സമകാലിക മൂല്യങ്ങൾക്കും തദ്ദേശീയ സംസ്കാരത്തിനും അനുയോജ്യമായ രീതിയിലാണ് ഈ പുതിയ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കേവലം ഒരു വസ്ത്രമാറ്റമല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ഒരു സാംസ്കാരിക നവീകരണമാണ്. പുതിയ ഡ്രസ് കോഡ് പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സൈനിക ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വസ്ത്രങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ചരിത്രത്തിൽ ആദ്യമായി സൈനിക ഉദ്യോഗസ്ഥർക്ക് സിവിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ബാൻഡി ജാക്കറ്റ് അഥവാ അടഞ്ഞ കഴുത്തുള്ള കോട്ടുകൾ ധരിക്കാനുള്ള ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുകയാണ്. പാശ്ചാത്യ ശൈലിയിലുള്ള സ്യൂട്ടുകൾക്ക് പകരം പൂർണ്ണ കൈയുള്ള ഷർട്ടുകൾക്ക് മുകളിൽ ധരിക്കാൻ കഴിയുന്ന ഈ ജാക്കറ്റുകൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നവയാണ്.
കഴുത്തിൽ ഹുക്കുള്ളതോ ഇല്ലാത്തതോ ആയ ശൈലികൾ ഇതിനായി തിരഞ്ഞെടുക്കാം. എന്നാൽ സൈനിക ഗാംഭീര്യത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ ഇവ കടും നിറങ്ങളല്ലാത്ത വളരെ ലളിതമായ നിറങ്ങളിൽ ഉള്ളതായിരിക്കണം എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇതിനോടൊപ്പം അനുയോജ്യമായ ഫോർമൽ ട്രൗസറുകളും ഷൂസുകളും ധരിക്കണം. അതോടൊപ്പം സൈന്യത്തിന്റെ ശൈത്യകാല വസ്ത്രങ്ങളിലും പ്രായോഗികവും ശ്രദ്ധേയവുമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ റാങ്കുകളിലുമുള്ള ഉദ്യോഗസ്ഥർക്കായി ഡ്രസ് 3B എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പുതിയ ശൈത്യകാല വസ്ത്രം അവതരിപ്പിക്കും. നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട താരമായിരുന്ന സലിം കുമാറിന്റെ മരണം സംഭവിച്ച ദിവസം അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ചന്തുവിന് ഓൺലൈൻ മാധ്യമങ്ങളോട് പരുഷമായ ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ പാപ്പരാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് MLA ഫാത്തിമ തെഹ്ലിയ. തന്റെ സ്വകാര്യത ലംഘിക്കുന്ന വീഡിയോ പകർത്തി പ്രചരിപ്പിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് പേരാമ്പ്ര MLA. വ്യക്തിപരമായ സംഭാഷണങ്ങളും ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും പ്രചരിപ്പിക്കുന്നത് ഗുരുതര സ്വകാര്യതാ ലംഘനമാണെന്നും ഇത് തുടർന്നാൽ നിയമ നടപടിയിലേക്ക് പോകും എന്നുമാണ് MLA സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. പൊതുവിടങ്ങളിലും വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് ഫാത്തിമ തെഹ്ലിയ പറയുകയാണ്. ഈ സ്വകാര്യതാ ലംഘനം അംഗീകരിക്കാനാകില്ല എന്നവർ വ്യക്തമാക്കുന്നു. ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ സാധാരണ മറ്റുള്ള മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദിവസേന നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാത്തിമ തെഹ്ലിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അത്തരം പരിപാടികളിൽ സംഘാടകർ ഔദ്യോഗികമായി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാനായി ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു തിരിച്ചറിയൽ അടയാളങ്ങളുമില്ലാതെ മീഡിയ എന്ന പേരിൽ ചിലർ പരിപാടികളിൽ ഇടപെടുകയും ചിത്രീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആരാണ് സംഘാടകർ നിയോഗിച്ചവർ, ആരാണ് അനധികൃതമായി ഇടപെടുന്നവർ എന്നത് പലപ്പോഴും തിരിച്ചറിയാനാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ സംഭാഷണങ്ങളും സ്വാഭാവിക ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും വളച്ചൊടിച്ച ദൃശ്യങ്ങളാക്കി പകർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാണ് എന്നതാണ് ഫാത്തിമ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ ജീവിതത്തിലെ ലളിതമായ നിമിഷങ്ങളെ പോലും വിചിത്രവും ഉദ്ദേശബോധവുമുള്ളതുമായ ക്യാപ്ഷനുകൾ നൽകി പ്രചരിപ്പിക്കുകയും അനാവശ്യ പ്രതികരണങ്ങളും നെഗറ്റിവിറ്റിയും സൃഷ്ടിക്കുകയും അതുവഴി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവണത അതീവ അപലപനീയമാണ് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള നിരവധി വീഡിയോകൾ വരാറുണ്ട്, കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ക്യാപ്ഷനുകൾ അവരുടെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നതാകും. അപ്പോൾ അതിന് യാതൊരു ഔചിത്യവുമില്ലാതെ കടന്നു കയറിയുള്ള പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിലും നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സിനിമാ താരങ്ങളാണ്. അവർ ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴും അവരുടെ പിന്നാലെ നടക്കുന്ന ഇത്തരം ക്യാമറ കൂട്ടങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഇതിപ്പോൾ ഒരു MLAക്ക് തന്നെ ഇക്കാര്യങ്ങളൊക്കെ തുടർന്ന് പറയേണ്ടി വരികയാണ്. ഇതൊരു PR പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഉള്ള പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പൊതുവിടങ്ങളാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്. അത് മാനിക്കപ്പെടുകയും സംരക്ഷിക്കുകയും വേണം. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഒരു മൊബൈൽ ഫോണുമായി എത്തിയ ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അതിക്രമിച്ചു കിടക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇത് തൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, എന്നോടൊപ്പമുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള അതിക്രമം കൂടിയാണ്. മനുഷ്യൻ്റെ സ്വകാര്യത ലംഘിക്കുകയും ഉദ്ദേശപൂർവ്വം അപമാനിക്കാനും പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല. ഇത്തരത്തിൽ പാപ്പരാസി രീതികൾ തുടർന്നാൽ ആവശ്യമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്നതാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു MLAക്ക് പോലും ഇത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ രീതിയിലുള്ള മാധ്യമ എന്ന പേരിൽ നടക്കുന്ന കൂട്ടങ്ങൾ. വലിയ അപവാദം തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. നമ്മൾ പല ഘട്ടങ്ങളിലായി കാണുന്നു. മരണ വീടുകളിൽ പോലും ഔചിത്യമില്ലാതെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സലിം കുമാറിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു MLAക്ക് അത് തുറന്നു പറയേണ്ടി വരികയാണ്. എല്ലാവരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന് കരുതുന്ന ഈ കൂട്ടർ വലിയ ഭീഷണിയായി തന്നെ മാറുന്നു. നിയമ നടപടികൾ എടുക്കും എന്നത് MLAയുടെ മുന്നറിയിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ പല താരങ്ങളുടെയും ഭാഗത്തു നിന്നൊക്കെ ഇത്തരം പ്രസ്താവനകൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അത്തരം
ശ്രദ്ധ പുലർത്തും എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള പോലീസും നൽകിയിരുന്നതാണ്. എന്തായാലും ഇതൊരു മുന്നറിയിപ്പായി തന്നെ എടുക്കട്ടെ. സ്വയം നന്നാവാനുള്ള ലക്ഷണം അവർ കാണിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 സമയമാണ്. അപ്പോൾ നേരം വൈകുന്നേരം കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി.